വിശാലാധിപതിയുടെ ആധിപത്യം സ്വീകരിച്ച് വിശ്വാമിത്രനും സംഘവും അന്നു രാത്രി അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് വിശ്വാമിത്രൻ സഹയാത്രികരുമായി മിഥിലയെ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു. ദീർഘദൂരം യാത്ര ചെയ്ത് മുനിവൃന്ദവും രാമലക്ഷ്മണന്മാരും മിഥില രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. അതിർത്തി കടന്ന് കുറെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ അതിപുരാതനമെങ്കിലും അത്യന്തം രമണീയമായ ഒരു ആശ്രമ പരിസരം രാമലക്ഷ്മണന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ആൾപ്പാർപ്പില്ലാത്ത ആശ്രമ സങ്കേതമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരു, ഫലപുഷ്പ സമ്പന്നങ്ങളായ പാദപങ്ങളാൽ പരിശോഭിതവും തപസുഖ സാധകവും നിർജ്ജനവുമായ ഈ ആശ്രമം ആരുടേതാണ്? ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഹൃദയാനന്ദം അനുഭവപ്പെടുന്നു. വത്സരാഘവ, ഈ ആശ്രമത്തിൻ്റെത് ഒരു നീണ്ട ചരിത്രമാണ്. എത്രയോ മുമ്പ് തന്നെ പഴക്കമാർജിച്ച ആ ചരിത്രകഥ കേൾക്കൂ. ധർമ്മജ്ഞനും വ്രതനിഷ്ഠനുമായ ഗൗതമൻ എന്ന മഹർഷിയുടെ പുണ്യാശ്രമസ്ഥാനമാണിത്. വിശ്വവിശ്രുതനാണ് അദ്ദേഹം. ഗൗതമ മഹർഷി ഒരിക്കൽ കഠോരമായ തപസ്സിലൂടെ വിഷ്ണുവിനെ ആരാധിക്കണമെന്ന് തീർച്ചയാക്കി. ആ തീരുമാനം ഈ സ്ഥാനത്ത് വച്ചാണ് അദ്ദേഹം നടപ്പിൽ വരുത്തിയത്. വിഷ്ണു വിഷയകമായ അദ്ദേഹത്തിന്റെ തപസ്സും ആരാധനയും ദ്വിമുഖമായിരുന്നു. അതായത് തപസ് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചും ആരാധന അംബുജേക്ഷണനെ ഉദ്ദേശിച്ചുമായിരുന്നു. ഹംസവാഹനനായ അബ്ജയോനി, ക്ഷിപ്രപ്രസാദിയായ ചതുർമുഖൻ, ശുശ്രൂഷാ തൽപരയും ലോകൈക സുന്ദരിയുമായ ഒരു തരുണിയെ മഹർഷിക്കു ഭാര്യയായി കൊടുത്തു. അഹല്യ എന്നാണ് ആ തരുണീമണിയുടെ പേര്. പതിപരിചര്യം മാത്രം പത്നീധർമ്മമെന്ന് കരുതിപ്പോന്ന അഹല്യ ഭർത്താവിന്റെ ഇംഗിതങ്ങളെല്ലാം മനസ്സിലാക്കി അതേപടി തന്നെ അദ്ദേഹത്തോട് പെരുമാറിപ്പോന്നു. ഗൗതമൻ പത്നിയുടെ പരിചരണമേറ്റ് ചിരകാലം ഇവിടെ ഇരുന്ന് തപസ് ചെയ്തു. അഹല്യയുടെ അലൗകികമായ ലാവണ്യാതിശയവും അഴിയാത്ത യൗവനവും അമരാധിപനായ ഇന്ദ്രനെ ഹരം പിടിപ്പിച്ചുവത്രേ. ദിവ്യാംഗനയായ അഹല്യയുടെ അംഗലാവണ്യം ആരണ്യക ചന്ദ്രികയെപ്പോലെ ആർക്കും ആസ്വദിക്കാൻ പറ്റാതെ വ്യർത്ഥമായി തീർന്നതോർത്ത് ദേവേന്ദ്രന് അഹല്യയോട് അനുകമ്പ തോന്നി. ഒരു ദിവസം പതിവ് പോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗൗതമൻ നദിയിലേക്ക് സ്നാനത്തിന് പോയ സമയം ഇന്ദ്രൻ ഗൗതമന്റെ രൂപത്തിൽ അഹല്യയെ സമീപിച്ച് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അഭിവാഞ്ചിതം അറിയിച്ചു. സ്ത്രീ സഹജമായ ദൗർബല്യം കൊണ്ടോ അഥവാ ചിരകാലമായി അടക്കി നിർത്തിയിരുന്ന അഭിലാഷം അവസരം കിട്ടിയപ്പോൾ അദമ്യമായി തീർന്നതുകൊണ്ടോ അഹല്യ പ്രതിഷേധിച്ചില്ലെന്നു മാത്രമല്ല, അവസരത്തിനൊത്തുയർന്ന് അമരേന്ദ്രന്റെ അഭിലാഷത്തിന് വഴങ്ങുക കൂടി ചെയ്തു. അഭീഷ്ടപൂർത്തിക്ക് ശേഷം അഹല്യ വേഗം ഇന്ദ്രനെ യാത്രയാക്കി. അമരാധിപ, എന്റെ ചിരാഭിലാഷം നിറവേറ്റി. ഇനി അങ്ങ് ഉടനെ ഇവിടുന്ന് പോകണം. അങ്ങയുടെയും എന്റെയും രക്ഷയ്ക്ക് അത് ആവശ്യമാണ്. അഹല്യ തിടുക്കം കൂട്ടുകയാൽ പുരന്ദരൻ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു ശീഘ്രം നടന്നു. നദീസ്നാനം കഴിഞ്ഞ് കമണ്ഡലവും യോഗദണ്ഡും കയ്യിലേന്തി പർണശാലയിലേക്ക് മടങ്ങുന്ന ഗൗതമ മഹർഷി തന്റെ തപോവാടത്തിലൂടെ ഒരു രൂപം നടന്നു നീങ്ങുന്നത് ദൂരെ വച്ച് തന്നെ കണ്ടു. ആലോചനാധീനനായ മഹർഷി ഞൊടിയിട കൊണ്ട് ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. മഹർഷി ഗർജിച്ചു, നിൽക്കവിടെ! എന്റെ വ്യാജവേഷം കെട്ടി കൊള്ളരുതായ്മയ്ക്ക് നടക്കുന്ന നീ ആരാണ്? സത്യം പറ, ഇല്ലെങ്കിൽ ഇക്ഷണം നിന്നെ ഞാൻ. മഹർഷി പറഞ്ഞു തീരും മുൻപേ തന്നെ ലജ്ജിതനും ഭയചകിതനുമായ ആ കപടവേഷധാരി ഓടി മുമ്പിൽ അണഞ്ഞു പറഞ്ഞു, പുണ്യാത്മൻ ദേവേന്ദ്രനാണ് ഞാൻ. മദനാധിഭൂതനായി മഹർഷ്യാശ്രമത്തിൽ കടന്ന് മഹാപാപം ചെയ്തു പോയി. ക്ഷമിക്കണം. പാപി, കാമം കൊണ്ട് കണ്ണു കാണാതായ നിനക്ക് 1000 കണ്ണുകൾ ഉണ്ടാകട്ടെ. മഹർഷി തിടുക്കത്തോടെ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ആശ്രമത്തിലെത്തിയ മഹർഷി അപരാധബോധത്താൽ ആത്മഗ്ലാനി പൂണ്ട് തൊഴുകൈയുമായി നിൽക്കുന്ന പത്നിയെ കണ്ട് പൊട്ടിത്തെറിച്ചു. എടി വഞ്ചകി, എനിക്കെല്ലാം മനസ്സിലായി. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ആഹാരമില്ലാതെ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് 100 വത്സരം ഈ ശിലാതളിമത്തിൽ ഒട്ടിക്കിടന്നുകൊണ്ട് നീ തപസ്സു ചെയ്യുക. ഈ ആശ്രമ പരിസരത്തിൽ അത്രയും കാലം ഒറ്റ ജീവികൾ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ പശ്ചാത്താപത്താൽ നിന്റെ പാപം ദഹിച്ചു തീരട്ടെ. ദശരഥ നന്ദനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി വന്ന് നിന്റെ ശിലാമയ ശരീരത്തിൽ എന്ന് പാദസ്പർശം നടത്തുന്നുവോ അന്ന് നീ അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്ത് ശാപമുക്തയായി പൂർവ്വരൂപം പ്രാപിച്ച് എൻ്റെ സഹധർമ്മിണിയായി തീരും. ഗൗതമ മഹർഷി ആശ്രമം ഉപേക്ഷിച്ച് തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നു മുതൽ അഹല്യ ഈ ആശ്രമത്തിലെ ശിലാതലത്തിൽ ആർക്കും കാണാൻ കഴിയാതെ തപോനിരതയായി ശയിക്കുകയാണ്. രാമചന്ദ്ര സ്വശരീരത്തിൽ കുമാരന്റെ പാദസ്പർശം പതിയാൻ കാത്തു കിടക്കുകയാണവൾ. വരൂ. വിശ്വാമിത്രൻ ദാശരഥിയുടെ കൈപിടിച്ച് പർണശാലയുടെ ഉള്ളിലേക്ക് കടന്നു. 100 സംവത്സരം
ഒരു ജീവി പോലും കാണാതെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന അഹല്യയുടെ സുകുമാര കളേബരം തപപ്രഭാവം കൊണ്ട് ജ്വലിച്ചിരുന്നു. സകലവിധ സുന്ദര വസ്തുക്കളും ആട്ടിക്കുറുക്കിയെടുത്ത് വിധാതാവ് വിശേഷവിധി പ്രകാരം വിരചിച്ചെടുത്ത മായാമയ പ്രതിമ പോലെയാണ് ചലനമറ്റ് കിടന്ന അഹല്യയെ അവർ കണ്ടത്. ഉത്താനശായിനിയായി ഉറങ്ങുന്ന മട്ടിൽ സ്ഥിതി ചെയ്തിരുന്ന അഹല്യയുടെ കാൽക്കൽ നിന്നപ്പോൾ താൻ ഏതോ ഒരു ദേവിയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ശ്രീരാമന് തോന്നിയിരിക്കണം. അദ്ദേഹം മുകുളിതഹസ്തനായി അവളുടെ കാൽക്കൽ അല്പനേരം നോക്കി നിന്നു. അതിനുശേഷം അഹം ദാശരഥി രാമോസ്മി എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ വലതുകാൽ അഹല്യയുടെ ശരീരത്തിൽ സ്പർശിച്ചു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മാത്രയിൽ അഹല്യയുടെ കണ്ണുകൾ ഉന്മീലിതങ്ങളായി. ചാപബാണ തുണീരങ്ങളേന്തി തൻ്റെ മുമ്പിൽ പുഞ്ചിരിച്ചു നിൽക്കുന്നത് തൻ്റെ നിരന്തര ഭജനത്തിന് വിധേയനായ ശ്രീരാമചന്ദ്രനാണെന്നറിഞ്ഞ അഹല്യ ചടുതിയിൽ പിടഞ്ഞെഴുന്നേറ്റ് ശ്രീരാമനെ നോക്കി കൈകൂപ്പി. അല്ലയോ ദശരഥാത്മജനായ ശ്രീരാമചന്ദ്ര, ഭവാന്റെ പാദസ്പർശം മൂലം ഈയുള്ളവൾ പാപങ്ങൾ നീങ്ങി പവിത്രയായിരിക്കുന്നു. ഭക്തി നിർഭരമായ സ്തുതിവചനങ്ങൾക്കു ശേഷം അഹല്യ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തു പ്രണമിച്ചു. വിശ്വാമിത്രൻ തുടങ്ങിയ മഹർഷിമാർ ശാപമുക്തയായ അഹല്യയെ ആശീർവദിച്ചു. ഹിമാലയത്തിൽ തപസ്സു ചെയ്തിരുന്ന ഗൗതമ മഹർഷി ദിവ്യചക്ഷുസ് കൊണ്ട് വിവരം ഗ്രഹിച്ച് ശ്രീരാമ ദർശനത്തിനായി തക്ഷണം അവിടെ ആവിർഭവിച്ചു. ഗൗതമ മഹർഷി ശ്രീരാമനെയും മുനിമാരെയും വന്ദിച്ച് അഹല്യയെ സ്വീകരിച്ചു. മാത്രമല്ല, മഹാതേജസ്വിയായ ഗൗതമ മഹർഷി തൻ്റെ തപപ്രഭാവം കൊണ്ട് രാമലക്ഷ്മണന്മാരെയും മുനിമാരെയും സൽക്കരിക്കുവാൻ വേണ്ട എല്ലാ വിഭവങ്ങളും സജ്ജമാക്കി തീർത്തു. ഒരു 100 സംവത്സരം വിജനവും ശൂന്യവുമായി കിടന്ന ഗൗതമാശ്രമം കീർത്തനാലാപനങ്ങളാലും വേദമന്ത്രങ്ങളാലും വിഭവസമൃദ്ധമായ ആദിത്യ സൽക്കാരത്താലും ഞൊടിയിടയിൽ സജീവമായി തീർന്നു.